നമ്മളൊക്കെ പ്രിയപ്പെട്ടവരെ അനാവശ്യമായ ആകുലതകളോടുകൂടി ജീവിക്കുന്നവരാണ്. പലപ്പോഴും ചിലര് രാത്രിയാവുമല്ലോ എന്ന് പേടിച്ച് സന്ധ്യ കഴിക്കുന്ന ആൾക്കാരുണ്ട്. രാത്രിയാകും, അതിപ്പം നമ്മൾ പേടിച്ചാലും പേടിച്ചില്ലെങ്കിലും രാത്രി ഇരുട്ടും അല്ലെ, ഇരുട്ടുമല്ലോ എന്ന് പുറത്തുകൊണ്ടിരുന്നിട്ട് തന്നെ ഇരുട്ടാതിരിക്കുമോ? ഇല്ല എന്ന് പറയുന്നത് പോലെ അനാവശ്യമായ ആകുലതകൾ. ചിലരൊക്കെ പറയാറുണ്ട് കല്യാണം കഴിക്കുന്നോടം വരെ കല്യാണം നടക്കുമോ എന്നുള്ള ആകുലതയാണ് അല്ലെ. നടന്നു കഴിയുമ്പോഴോ ഇതാണല്ലോ മാതാവേ നടന്നത്, വേറെ എന്തെല്ലാം വന്നതാണ്. അത് കഴിയുമ്പോൾ പിന്നെ ഉണ്ടാകുമോ എന്നുള്ള ടെൻഷൻ. കാരണം ഉണ്ടായില്ലെങ്കിൽ ആവപ്പാടെ പ്രശ്നമാണ്. പഞ്ചായത്തിൽ ഉൾപ്പെടെ സർവ്വതും ചർച്ചയാണ്. അവർക്ക് എന്നാ ഉണ്ടാകാത്ത അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള ടെൻഷൻ. ഇനി ഉണ്ടായി കഴിയുമ്പോഴോ എൻ്റെ മാതാവേ ഇതുങ്ങളാണല്ലോ ഉണ്ടായത്, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ കൃത്യം അങ്ങോട്ട് പോകുന്ന രണ്ടെണ്ണത്തെ കിട്ടിയിരിക്കുന്നു. പിന്നെ ഇതുങ്ങൾ മര്യാദയ്ക്ക് വളർന്നു വരുമോ എന്നുള്ള ഒരു ആകുലതയാണ്. ഇനിയും വളർന്നു വന്നാലോ, കാരണം നമ്മുടെ മക്കളല്ലേ, യുവനേരൊക്കെ വളരുമാവോ, നമ്മളെപ്പോലൊക്കെ വളർന്നാൽ ശരിയാവോ? അപ്പൊ അതുകൊണ്ട് ആകുലതപ്പെട്ട് ജീവിക്കുക. എന്നിട്ടോ ഇനി എങ്ങാനും വളർന്നു വന്നാലോ പിന്നെയും തുടങ്ങും ആദ്യം മുതൽ. ഇതിങ്ങടെ കല്യാണം നടക്കുവോ അതോ വല്ലത്തിൻ്റെയും കൂടെ ഓടിപ്പോവോ? ഇനി കല്യാണം നമ്മൾ പറയുന്ന പോലെയൊക്കെ നടന്നാലോ പിന്നെയും തുടങ്ങും ആദ്യം മുതൽ. ഇവർക്ക് പിള്ളേരുണ്ടാവുമോ? ഇങ്ങനെ ആകുലപ്പെട്ട് ഒരു 80-85 വയസ്സാവുമ്പോൾ കവിളെല്ലാം കൂടെ കുഴിഞ്ഞ് നമ്മളങ്ങ് മരിച്ചു പോകും. ഇതാണ് നമ്മുടെ ജീവിതം. ടെൻഷൻ അടിച്ച് ജീവിക്കുക. ശരിക്കും സന്തോഷത്തോടെ ആ ജീവിതം ആസ്വദിച്ച് ജീവിക്കുന്ന എത്ര പേരൊക്കെ ഉണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ് അല്ലേ. ഇപ്പൊ ചിലരാണെങ്കിൽ വൈകുന്നേരം ഇന്നും കെട്ടിയോൻ എന്തുകൊണ്ടാണ് വരാത്തതെന്ന് ആകുലപ്പെട്ട് ഇതിനകത്തിരുന്ന് ടെൻഷൻ അടിക്കുന്ന പാർട്ടികളുണ്ട്. അല്ലെങ്കിൽ ചിലർ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും കാര്യം നടക്കുന്നില്ല. എന്നതാ കാര്യം? ഓസ്ട്രേലിയ അത് നടക്കുന്നില്ലല്ലോ മാതാവേ എന്ന് പറഞ്ഞുകൊണ്ട് ടെൻഷൻ അടിച്ചിരിക്കുന്നവരൊക്കെയുണ്ട്. നമുക്ക് എന്തുകൊണ്ട് ഹൃദയം തുറന്ന് ചിരിച്ചുകൂടാ, സന്തോഷിച്ചുകൂടാ? മാർപ്പാപ്പ ഈ അടുത്ത നാളിൽ ഒരു അപ്പസ്തോലിക ലേഖനം എഴുതി. അതിനകത്ത് അദ്ദേഹം വിശുദ്ധിയുടെ 5 ലക്ഷണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതില് പ്രധാനപ്പെട്ട ഒരു ലക്ഷണമായിട്ട് പരിശുദ്ധ പിതാവ് പറയുന്നത് ആ ഹൃദയത്തിലെ ആഹ്ലാദവും നർമ്മബോധവും, തമാശ പറയാനുള്ള കഴിവ്. അത് വിശുദ്ധിയുടെ ലക്ഷണമാണ്. നിങ്ങളുടെ ഇവിടുത്തെ തമാശ പറയുന്നവരുണ്ടോ? പലരുടെയും വീടുകളിലൊക്കെ ചെന്ന ഈ തമാശ ഒന്നും കേൾക്കാനില്ല, കുറ്റം പറച്ചിൽ മാത്രമേ ഉള്ളൂ. തുടങ്ങി രാവിലെ എഴുന്നേറ്റ് കട്ടൻ കാപ്പി കുടിക്കുന്നത് മുതൽ കുറ്റം പറച്ചിൽ. എന്നാ കട്ടൻ കാപ്പിക്ക് മധുരം ശരിയായില്ല, നീ ഇത്ര കാലമായിട്ട് കട്ടൻ കാപ്പി ഉണ്ടാക്കാൻ അറിയും. അവിടെ മുതൽ തുടങ്ങാം. നെഗറ്റീവ് എനർജി തന്നെ കുടുംബങ്ങളിൽ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും. ഒരു സന്തോഷം ശരിക്കും ആസ്വദിക്കുന്ന എത്ര കുടുംബങ്ങൾ നമ്മുടെയൊക്കെ നമുക്കുണ്ട് എന്നുള്ളത് ചിന്തിക്കുന്നതാണ്. ഞാൻ കുറച്ച് നാള് വിദേശത്ത് പഠിക്കാനും ഒക്കെ ആയിട്ട് പോയി. ഈ സായിപ്പന്മാരുടെ കുടുംബങ്ങളിലൊക്കെ പോകുന്ന രസമുള്ളൊരു കാര്യം, അവര് നല്ല ഭക്ഷണമൊക്കെ നമുക്ക് ഉണ്ടാക്കി തരും. പക്ഷെ അവർക്ക് ഈ ഭക്ഷണം ഉണ്ടാക്കാൻ അധികം സമയമൊന്നും വേണ്ട. അവർക്കൊരു 1/2 മണിക്കൂർ കൊണ്ടൊക്കെ നല്ല ഭക്ഷണം ഉണ്ടാക്കാം. പക്ഷെ അവരത് കഴിക്കുന്നത് ഒരു 2 മണിക്കൂറൊക്കെ എടുത്താണ്. നല്ല വർത്തമാനമൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് അവർ ഓരോന്നും ഉണ്ടാക്കി നമുക്ക് കൊണ്ട് തരും. അതെല്ലാം കൂടെ കഴിച്ച് നല്ല സന്തോഷമായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് അതങ്ങോട്ട് കഴിക്കും. നമ്മുടെ ആൾക്കാർ പക്ഷെ ഭക്ഷണം ഉണ്ടാക്കാൻ എത്ര സമയം എടുക്കുന്നത്? നിങ്ങൾ എത്ര സമയം എടുക്കും? അമ്മച്ചിമാരൊക്കെ ഒരു ഉച്ചയ്ക്ക് ചോറും 3 കൂട്ടമെങ്കിലും വേണ്ടേ കറി, അതും എല്ലാം കൊണ്ട് ഒരു 5 എണ്ണത്തിന് ഉണ്ടാക്കാൻ എത്ര സമയം എടുക്കും നിങ്ങൾ? ഇവരാരും അടുക്കളയിൽ കയറി പരിചയമുള്ള പാർട്ടികളല്ലേ. ഉച്ച വരെ സമയം എടുക്കുമെന്നാണ് അവർ പറയുന്നത്. മിനിമം 2 മണിക്കൂറെങ്കിലും എടുക്കും. ഇനിയും അത് എത്ര സമയം കൊണ്ടാ തിന്നു തീർക്കുന്നത് നമുക്ക് ചേട്ടന്മാരോട് ചോദിക്കാം. എത്ര മിനിറ്റ് കൊണ്ടായിരിക്കും? ആരിപ്പോ എന്നാ സമയമൊന്നും കഴിച്ച് ഏമ്പൊക്കെ വിട്ടു എന്നൊക്കെ പറഞ്ഞങ്ങ് പോവും. കെട്ടിയോള് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ, 1-2 മണിക്കൂർ ഇതിന്റെ പുറകെ നടന്നിട്ട് ഉണ്ടാക്കിയതാ. നമ്മള് ടെൻഷൻ അടിച്ച് പരവേശം പിടിച്ച് ഇതെല്ലാം കൂടെ വലിച്ചു കയറ്റി. അങ്ങനെ തന്നെ ഈ അൾസറൊക്കെ പിടിക്കുന്നത്. പെട്ടെന്ന് ഇതെല്ലാം കൂടെ വലിച്ചു കയറ്റി ഏമ്പൊക്കവും വിട്ട് അങ്ങ് പരമാവധി അങ്ങ് പോയേക്കുക. സത്യത്തിൽ ജീവിതം ആസ്വദിക്കുന്നവര് നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട്? ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നവർ എത്ര പേരുണ്ട്? ഭക്ഷണം കഴിച്ചിട്ട് ഒരു നല്ല വാക്ക് പറയുന്നവർ എത്ര പേരുണ്ട്? നല്ല ഭക്ഷണമായിരുന്നു. ഞാൻ ഈ സായിപ്പും മദാമയ്ക്ക് നന്ദി പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. സായിപ്പിന്റെ സ്വന്തം ഭാര്യയ്ക്ക് എന്തിനാ എടി താങ്ക് യു കേട്ടോ, നല്ല ഭക്ഷണമായിരുന്നു. അയ്യോ ഇപ്പൊ ചേർത്തിമാരെ അത് ഏത് നാട്ടിലാ പിതാവേ? ഞങ്ങളും കൂടെ അങ്ങോട്ട് പോകും. ഞങ്ങളുടെ വീട്ടിൽ ഒരുത്തനുണ്ട്, തിന്ന് വയറും നിറച്ച് എഴുന്നേറ്റ് പോകുന്നതല്ല. ഇന്നേ വരെ ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടില്ല അല്ലേ. ഒരു അമ്മച്ചി എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛാ ഇത് ഞാൻ്റെ കൂടെ ഉണ്ട് താമസം തുടങ്ങിയിട്ട് 25 വർഷമായി. ഉണ്ട് താമസമായി.
25 വർഷമായി ഇന്നേ വരെ അയാൾ എൻ്റെ ഭക്ഷണം കൊള്ളാമെന്ന് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഇന്നലെ എങ്ങാണ്ട് തട്ടുകടയെന്ന് കുറെ വളിച്ച പൊറോട്ടയും ചിക്കനും മേടിച്ചോണ്ട് വന്നിട്ട് എന്നോട് പറയാം, എടീ നല്ല ടേസ്റ്റാ, കഴിച്ചോളാൻ. ഞാൻ അതെടുത്തിട്ട് കോഴിക്കിട്ട് കൊടുത്തെന്നോ. ദേഷ്യം. അത് കഴിക്കണമെന്ന് പുള്ളിക്കാർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നായിരിക്കും, പക്ഷെ എന്നാലും എൻ്റെ ഭക്ഷണം നല്ലതാന്ന് പറയാതെ തട്ടുകടയിലെ ഭക്ഷണത്തിന് നല്ല ടേസ്റ്റാന്ന് അയാൾ പറഞ്ഞു കഴിഞ്ഞു. അത് സഹിക്കാൻ പറ്റുന്നില്ല. നമ്മൾ പലപ്പോഴും പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധി എന്നൊക്കെ പറയുന്നത് വലിയ വലിയ കാര്യങ്ങളായിട്ടൊക്കെ തെറ്റിദ്ധരിക്കും. വലിയ വലിയ കാര്യങ്ങൾ, കൊച്ചു കൊച്ചു കാര്യങ്ങൾ. നിങ്ങൾ രാവിലെ എഴുന്നിട്ട് നിങ്ങളുടെ കെട്ടിയോളെ ഒന്ന് ചിരിച്ചു കാണിക്കണം. ഓ പിതാവയും തമാശ പറയാതെ അല്ലേ, ഒന്ന് പുഞ്ചിരിച്ച് കാണിക്കുക. കെട്ടിയോളെ അത് കേൾക്കുമ്പോൾ ഓ ഇയാൾക്ക് എന്നാ പറ്റി ഇന്ന് ചിരിക്കാൻ അല്ലേ. അവിടെ കൂട്ടച്ചിരി തുടങ്ങും. പിന്നെ പിള്ളേരൊക്കെ വന്ന് ചിരിക്കാൻ തുടങ്ങും. എന്തൊരു രസമായിരിക്കും. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അന്നേരത്ത് ആ മൊബൈൽ ഫോണൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെച്ച് ആ TV ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊള്ളാം, ഈ ജീവിതം നന്നായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുക. ഇനി എന്തെങ്കിലും തെറ്റുകളൊക്കെ പറ്റിപ്പോയാലൊന്ന് ക്ഷമയോദിക്കുക. പറ്റിപ്പോയി പോട്ടെ. നമുക്ക് ഇങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തെ സന്തോഷ നിർഭരമാകുന്നത്. അല്ലാതെ വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല. ഞാൻ ഇയാൾക്ക് വേണ്ടി 3 ദിവസം ജാഗരണ പ്രാർത്ഥനയും ഒറ്റക്കാലിൽ മേൽ തപസ്സും നടത്തി. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. 2 കാലം നിൽക്കേ, പ്രശ്നമില്ല. ചില ഭക്ഷണമൊക്കെ കഴിച്ചു, പക്ഷെ സന്തോഷമായിട്ട് ദൈവമേ നീ തന്ന നന്മകൾക്ക് നന്ദി എന്നൊക്കെ പറഞ്ഞ് ജീവിക്കാം. അപ്പൊ നമുക്ക് ആകുലതകൾ ഒത്തിരി അങ്ങോട്ട് പോകും. നമ്മളാണെങ്കിൽ ആകുലപ്പെട്ട് അങ്ങ് ജീവിക്കുക. പണ്ടൊരു അമ്മച്ചിയുടെ കാര്യം ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കേട്ടതാണ്, എന്നോട് ക്ഷമിക്കാം. അമ്മച്ചി എന്നോട് പറഞ്ഞ്, എൻ്റെ അച്ഛാ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണേ. ഞാൻ ചോദിച്ചു, മോൾക്ക് എന്നാ പറ്റി? ഒന്നും പറ്റിയില്ല ചാച്ചു, മാച്ചാ കരുനാക്കൊണ്ടൊന്നും പറഞ്ഞ് പറ്റിക്കാതെ. പിന്നെന്തിനാ പ്രാർത്ഥിക്കുന്നത്? അല്ലത് അവക്ക് അവക്ക് ദുബായിൽ 65,000 രൂപയുടെ ശമ്പളം ഉണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ. ഇന്ന് 65,000 ഒക്കെ എന്ത് 65,000? അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ ഞാൻ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? അങ്ങനെ പറയാതെ, ഓസ്ട്രേലിയയിൽ നിന്നൊരു കോള് വന്നിരിക്കുന്നു, അയ്യോ അത് കിട്ടുവാണെങ്കിൽ 2.25 ലക്ഷം എന്ന് പറഞ്ഞ് അമ്മച്ചിയുടെ വായടയുന്നില്ല. ഞാൻ പിന്നെ നെറുകയിലൊക്കെ കൊട്ടി അടച്ചു. കാരണം വല്ലതും പറ്റിയ എന്നോട് 2.25 ലക്ഷം. എൻ്റെ അമ്മോ, നമ്മുടെ ഈ കത്തോലിക്ക അമ്മച്ചിമാരുടെ വാ പൊളിയാൻ ഇതൊക്കെ മതി. ഉയ്യോ 2.25 ലക്ഷം. അതിന് ഏറ്റവും മാർക്കറ്റിൽ ഏറ്റവും വില കുറഞ്ഞ ഒരു കൂട് മെഴുകുതിരിയുമായിട്ട് ഇറങ്ങിയിരിക്കുക. രാവിലെ മോളുടെ ട്രാൻസ്ഫർ ഒന്ന് റെഡിയാക്കി കയറണം. ദുബായിൽ നിന്ന് നേരിട്ട് ഓസ്ട്രേലിയ. കർത്താവ് വിശ്വമിശിഹായുടെ ഇപ്പൊ പ്രധാനപ്പെട്ട പരിപാടി അതാ, ഇതൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തമ്പുരാന് പറ്റുന്നില്ല. ഈ മിക്കവാറും ട്രാൻസ്ഫറുകളാണ് ഇവിടുന്ന്. എന്നാ എനിക്കാണെങ്കിൽ ഈ അമ്മച്ചിയോട് അങ്ങ് ദേഷ്യമാണ്. അമ്മച്ചിനോട് ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മച്ചി 65,000 രൂപയൊക്കെ മേടിച്ച് 5,000 രൂപ പള്ളിക്കും കൊടുത്ത് ബാക്കി 60,000 രൂപ എങ്ങനെ ശാസ്ത്രീയമായിട്ട് ഉപയോഗിക്കാമെന്നൊക്കെ ചിന്തിച്ച് സന്തോഷമായിട്ടൊക്കെ ജീവിച്ചാൽ പോരെ. വെറുതെ ഈ 2.25 ലക്ഷം എന്നും പറഞ്ഞിട്ട് അതിരാവിലെ മുതൽ മനസമാധാനവും കളഞ്ഞ് ബാക്കിയുള്ളവരുടെയും സമാധാനം കളഞ്ഞ് ഈ മെഴുകുതിരിക്കൂടുമായിട്ട് ഇങ്ങനെ നടക്കേണ്ട കാര്യമുണ്ടോ? അവിടെ സന്തോഷമായിട്ട് ജീവിക്കരുതോ? അമ്മച്ചി എന്നോട് ചൂടായി. എന്നോട് പറയാ, കാര്യം നടത്തി തരാൻ കഴിവില്ലെങ്കിൽ അത് പറയാൻ. അപ്പൊ ആകെപ്പാടെ പെശകായി. ഞാൻ പറഞ്ഞതേ, നമ്മൾ ഈ ആവലാദികളുമായിട്ട് ജീവിക്കും. നമുക്ക് ദൈവം തന്നിട്ടുള്ള കൃപകള് എന്തേരം ഉണ്ട്. നിങ്ങൾക്ക് ഇത്രപോലെ തങ്കപ്പെട്ട ഒരു കെട്ടിയവനെ തന്നില്ലേ? പിതാവ് എന്ത് വർത്താനായി പറയുന്നേ? ഇയാൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമെന്ന് അറിയാനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നമുക്ക് സ്ഥലം മാറ്റം ഒന്നും പറ്റുകയില്ല കേട്ടോ. പിന്നെ ആകെപ്പാടെ വല്ല മാനസാന്തരം ഉണ്ടാവുമെന്ന്. ഞാൻ ഈ വെള്ളമടിച്ച് 4 കാലം നടക്കുന്ന ഒരു ചേട്ടനെ പണ്ട് കൗൺസിലിംഗ് കൊടുത്തു. എനിക്ക് അങ്ങനെ ഈ സൈക്കോളജിയുടെയൊക്കെ ചെറിയ ശല്യം ഉണ്ടായിരുന്നു പണ്ട്. അപ്പൊ കൗൺസിലിംഗ് എല്ലാം കൊടുത്ത് ഭാര്യയും ഭർത്താവിനെയും കൂടെ ഒരുമിപ്പിച്ച് അവസാനത്തെ സെഷനാണ്. ഇപ്പൊ ഞാൻ ഭാര്യയോട് പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദരി, നിങ്ങളുടെ ഭർത്താവിനെ ഓർത്ത് നിങ്ങൾ ദൈവത്തിന് നന്ദി പറയണം. അവരങ്ങോട്ട് എഴുന്നേറ്റു. അവര് പറയാ, ഇത്രയൊക്കെ ഞാൻ സഹിച്ചു, ഇനി ഞാൻ സഹിക്കത്തില്ല. എന്നെ കണ്ടുകൊണ്ടോ വെച്ചാ ഇയാളെ ഓർത്ത് ഞാൻ നന്ദി പറയേണ്ടത്? അച്ഛൻ ഇതൊന്നും പിടികിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, സഹോദരി, വെള്ളമടിച്ചാലും ഇല്ലേലും ഇയാൾ എവിടെയാ വന്ന് കിടന്ന് ഉറങ്ങുന്നത്? അതെന്റെ വീട്ടിൽ. വേറെങ്ങും പോകത്തില്ലല്ലോ. ഇല്ല, അതിനെ ഓർത്ത് മാത്രം സ്തുതിക്കണമെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഈ വെള്ളമടിച്ച് വേറെ പല വഴി പോകുന്ന കുറെ എണ്ണത്തെ എനിക്കറിയാം. ഇതങ്ങനത്തെ പ്രശ്നമൊന്നും. ഉടനെ അവരെ എഴുന്നേറ്റ് കുറെ നേരം കൈകൂപ്പിന്ന് പറയാം, അത് ശരിയാച്ചാ, എൻ്റെ കെട്ടിയവനെ കുറിച്ച് എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു പരാതിയില്ല കേട്ടോ.
അപ്പൊ ഞാൻ പറയും, ദൈവത്തെ സ്തുതിക്കാൻ ഒരു കാരണമായോ? അയ്യോ ആയി, കൊള്ളാം, സന്തോഷമായിട്ട് പോയി. നമുക്ക് ദൈവം തന്നിരിക്കുന്ന നന്മകളുണ്ട്. ഒരു കെട്ടിയോളാവും, പിള്ളേരാവും, കാര്യം ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ടേ പോകത്തുള്ളൂ, എന്നാലും അതുങ്ങളെങ്കിലും ഉണ്ടല്ലോ. അപ്പോ ഇങ്ങനെ ഉള്ള നന്മകളെ ഓർത്ത് നന്ദി പറയാനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആകുലതകളില്ലാത്ത ഒരു ജീവിതം നമുക്ക് അഭ്യസിക്കാം.